നിങ്ങളാണ് എൻ്റെ വിജയം എന്ന്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ബുക്ക് ചെയ്തിട്ട് ഞാൻ വന്നത്. പിന്നെ അതല്ല, എനിക്കിങ്ങനെ ഹിസ്റ്റോറിക്കൽ മൂവി, അതേപോലെ ഇങ്ങനെ കുറച്ച് ഹൊറർ ടച്ച് ഉള്ള മൂവീസ്, ഐതിഹ്യ മൂവീസ് കാണുക, അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂവി ഇങ്ങനെ ഇറങ്ങി കുറേ നല്ല റിവ്യൂ കാണുന്നുണ്ട്. പിന്നെ കുറേ റീൽസ് കണ്ടു ആൾക്കാരുടെ മേലെ എന്തൊക്കെ കയറുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് കാണാനായിട്ട് വന്നതാണ്. അത് എല്ലാ മതത്തിനും എനിക്ക് റെസ്പെക്റ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിനോട് അങ്ങനെ പോയിന്റ് ഇടുന്നില്ല. ഞാൻ നമ്മുടെ മതം അനുസരിച്ച് ഇതാക്കുന്നു. പക്ഷെ എല്ലാ മതത്തിനോടും ഇഷ്ടമാണ്, അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. അതെ, അതാണ് വലിയ ചർച്ച. അല്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആദില നൂർ ഉണ്ട്. അനീഷേട്ടനെ ഇഷ്ടമാണ് പേഴ്സണലി. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ടോപ്പ് 5 അനു വരണം. പിന്നെ അതേപോലെ നമ്മുടെ ഷാനവാസ്ക വരണം, നൂറ വരണം, പിന്നെ നമ്മുടെ അനീഷേട്ടൻ വരണം, പിന്നെ അനുമോൾ പറഞ്ഞില്ലേ ഞാൻ, അക്ബർ വരണം. ആദിലെ പണപ്പട്ടി എടുത്ത് പോട്ടെ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു അവരെ വീട്ടിലെ ഇത് പട്ടിയും പൂച്ചയൊന്നുമല്ലല്ലോ. അപ്പോൾ പട്ടിയും പൂച്ചയും ആൾക്കാർ റൂമിലിട്ടിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിലും എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ ലാസ്റ്റ് പോകുന്ന സമയത്ത് നൂറിനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചില്ലേ പോയത്, ഉമ്മ കൊടുത്തിട്ട്. അപ്പം അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അതിനോട് യോജിക്കുന്നില്ല. കാരണം സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല. എൻ്റെ അഭിപ്രായം അവർ ലക്ഷ്മി വീട്ടിലേ പോകരുതെന്നാണ്. അതിനുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല എന്ന്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെതിരെ പറയുമ്പോൾ ആൾക്കാർക്ക് സ്വീകാര്യത പൊതുസമയം സ്ഥലത്ത് സ്വീകാര്യത കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു ഈ LGBTQ ഒരു കമ്മ്യൂണിറ്റിനെ പറയുമ്പോൾ എതിരെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളെ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അത് കുറച്ചുകൂടെ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ നമ്മളെ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 2 പേര് ബിഗ് ബോസിൽ പോയി. അവിടെ ഒരു ജെൻഡർ അല്ല കാണുന്നത്, ഒരു സ്നേഹബന്ധമാണ് കാണുന്നത്. അവരെ ഒരു ലവ്, അതൊരു ആൺ പെൺ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങൾ കാണുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ കമൻറ്റ് ബോക്സിൽ കാണുന്ന നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഈവൻ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൽക്കളി, ചാന്തുപുട്ട് 9 അങ്ങനെ പല കമൻറ്റുകളാണ്. അതേപോലത്തെ ഒരു കമൻറ്റ്സ് തന്നെയായിരുന്നു അവരെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂമ്പാറ്റകൾ, സുന്ദരികൾ, ലുക്കിലേക്ക് ആലിയ ഭട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറേ കമൻറ്റ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം, പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ്. കേരളത്തിലെ ആൾക്കാർ കമന്റ് അടിക്കുന്നത് വെച്ചാൽ ഇവർ എത്രയും പെട്ടെന്ന് പിരിയണം, അല്ലെങ്കിൽ ഇവർ പിരിയാൻ പോകുന്നു. ഒരിക്കലും പിരിയത്തില്ല. കാരണം അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത് വന്ന 2 വ്യക്തികളാണ്. ഇവൻ എൻ്റെ ആഷിനെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന വ്യക്തികൾ ഒരിക്കലും പിരിയില്ല. പിന്നെ നമ്മുടെ ഒരു എല്ലാവരും നോക്കി കാണുന്നത് ഇവരെ പല കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലൈഫിൽ സ്നേഹം എന്നൊരു വലിയ ഒരു സംഭവമുണ്ട്. അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ സെക്സ് അല്ല വലുത്. അത് ഒരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ സ്നേഹബന്ധം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ബിഗ് ബോസിൽ, നമ്മളും കാണുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ലൈക്ക് ഐ ലവ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിനെസ് ആണ് കാണുമ്പോൾ. അഫ്കോഴ്സ് അനീഷേട്ടൻ, നമ്മുടെ നൂറ, പിന്നെ അക്ബർ, അനുമോള്, പിന്നെ ഷാനവാസ്ക. ഇല്ല, എനിക്കറിയില്ല. പക്ഷെ അനുമോൾക്ക് നല്ലൊരു PR വർക്ക് പുറത്ത് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ആര്യൻ്റെ അമ്മ അടിപൊളിയായിരുന്നു. ആര്യൻ്റെ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായി. കാരണം അവർ 2 നാദിലയും നൂറയും അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾ അമ്മ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണം, ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിനെസ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആദില നൂറയുടെ അമ്മ അല്ല, അവരുടെ ഫാമിലി പോകണമെക്കാട്ടും അപ്പുറത്തേക്കായിട്ടുള്ള ഹാപ്പിനെസ് അവർ കിട്ടിക്കഴിഞ്ഞു. അത്രയും ഫാമിലീസ് അവരെ ഏറ്റെടുത്തു. അത് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഈ നമ്മുടെ അതിലൂടെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കമന്റുകൾ എന്ന് പറയുന്നത് ഒരു പെണ്ണും ഇപ്പോൾ കല്യാണം കഴിച്ചു, എങ്ങനെയാണ് പ്രൊഡക്റ്റ്, അടുത്തൊരു പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും, വരും തലമുറ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾ നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ പറയാറുണ്ട്. എങ്ങനെ ഒരു കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു, അങ്ങനെ കല്യാണം കഴിച്ച എത്രയോ പേർക്ക് കുട്ടികളില്ല അല്ലേ? അപ്പോൾ അത് നിങ്ങൾ നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ നിങ്ങൾ ഇത് ചെയ്തോ.
അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകളുണ്ടല്ലോ, അവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടുക, ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുക, ബെറ്റർ ഒരു നമ്മളൊരു ആളെ ബെറ്റർ ലൈഫ് കിട്ടുക, വലിയ കാര്യം തന്നെയല്ലേ. അവിടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ വേറെ എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സെറ്റിലായി ഞാൻ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഒന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും. ജിസലിൻ്റെ ഗെയിം ഇപ്പോൾ വല്ലാണ്ട് ഡൗൺ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മിക്കവാറും എനിക്കറിയില്ല, ജിസയിൽ പുറത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇതിൽ ജിസയിലുണ്ടാവും, എന്തായാലും ഒരു ഗെയിം വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് നിൽക്കും. പക്ഷേ ഇപ്പോൾ കുറച്ചങ്ങ് ഡൗൺ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്കറിയില്ല ജിസയിൽ ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളത്. ഇഷ്ടപ്പെടാത്ത ഗെയിമാണോ? എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഗെയിമല്ല. എനിക്ക് നിവിൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവണം, ഫുഡിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ജാസിയാണ് ഈ പ്രാവശ്യം സീസൺ ഉണ്ടെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും ഒരു ലവോ അങ്ങനെ ഉണ്ടാവാൻ? ലവ് സ്ട്രാറ്റജിയോ? അതെനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഓൾറെഡി ആളുണ്ടല്ലോ. അല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഫൈൻ എനിക്ക് ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ളതാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് ആദില നെറ്റായിരിക്കും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഷാനവാസിന് അന്വേഷണമുള്ള സൗഹൃദം ഇല്ല ഒരിക്കലും തോന്നാറില്ല. അത് വെളിയിലിറങ്ങി മറ്റേ ഒരാൾ പറയുന്നത് മനസ്സാർജ് പറയുന്നത്, പേര് പറയുന്നില്ല, മനസ്സാർജ് പറയണ്ടായി ഷാനവാസിനുള്ള സൗഹൃദം എല്ലാം ഫേക്കാണ്. ഷാനവാസിന്റെ അല്ല, കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഫേക്ക് ആയിട്ടുള്ള സൗഹൃദമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അവർ എന്തൊക്കെ പറഞ്ഞാലും അനീഷേട്ടിന് ഷാനവാസിനെ ഇഷ്ടമാണ്. ഷാനവാസിന് തല്ലുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് അവർ നന്നായിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ജിസേലിനെ ആസ് എ പേഴ്സൺ, ആസ് എ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നല്ല ഒരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു വിഷമിക്കുന്നത് കൂടുതൽ ആരനായിരിക്കും. ആണ്, പക്ഷെ എങ്കിൽ പോലും അവരൊരു സൗഹൃദം പോവല്ലേ. അപ്പം അതുകൊണ്ട് പുറത്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജിസിൽ പുറത്ത് പോവുകയാണെങ്കിൽ ആരും ഭയങ്കര വിഷമിക്കും. അഫ്കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂറ ഒരു ഫൈനലിസ്റ്റ് ഇതിൽ വരണം, ആദില പണപ്പെട്ടി എടുത്ത് പോകണം. അങ്ങനെ താങ്ക് യു. ഞാൻ കാന്തര കാണാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ ഡിസൈനറെ കൊണ്ട് അടുപ്പിച്ച് ഡ്രസ്സ് ആയത് കാലിക്കറ്റുള്ള എൻ്റെ ജെഫോ ഡിസൈൻസ്, അവരാണ് എനിക്ക് ക്ലോസ് റൂമൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത്. അവരോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചാണിത്. അതറിയില്ല, പക്ഷെ നല്ല റിവ്യൂ കാണുന്നുണ്ട്. പോട്ടെ, നന്നായിട്ട് നല്ല പടങ്ങൾ വരട്ടെ. നല്ല പടങ്ങൾ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണ്ടേ. സൂക്ഷിക്കണം, ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് ഗുളികനെ കയറിയിട്ട് തിയേറ്ററിന്റെ കാർഡ് ഞാൻ ആടുന്നത് നിങ്ങൾക്ക് ക്യാമറ കാണാം.